നമസ്കാരം, KCN വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മിഠായി കഴിച്ച വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. മിഠായിയിൽ ലഹരി കലർന്നതായി സംശയം. കടയിൽ റെയ്ഡ്. റിയാദിലെ വാഹനാപകടം. 4 പേരുടെ മരണത്തിന്റെ നടുക്കം മാറാതെ കുബനൂർ. മുസ്ലിം ലീഗ് ജനബോധന യാത്രയ്ക്ക് പ്രോജ്വല തുടക്കം. ഫാസിസത്തിനെതിരെ പോരാടണമെന്ന് ആഹ്വാനം. സർട്ടിഫിക്കറ്റുകളുടെ എണ്ണമല്ല, സാംസ്കാരിക സമ്പന്നതയാണ് ജീവിതത്തെ മഹത്വരമാക്കുന്നതെന്ന് MP അബ്ദുസ്സമദ് സമദാനി. വിദ്യാർത്ഥികൾ കൂടുതൽ ലക്ഷ്യബോധമുള്ളവരാകണമെന്നും സമദാനി. വാർത്തകൾ വിശദമായി. മിഠായികളിലും ലഹരി നുരയുന്നു. മിഠായി കഴിച്ച 9 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. നെല്ലിക്കുന്ന് AUP സ്കൂളിലായിരുന്നു സംഭവം. മിഠായി കഴിച്ചതിനെ തുടർന്ന് ഛർദിയും വയറുവേദനയും അനുഭവപ്പെട്ട 9 വിദ്യാർത്ഥികളെയാണ് കാസർഗോഡ് ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. നെല്ലിക്കുന്ന് അൻവാറുലും AUP സ്കൂളിലെ 3ാം തരം വിദ്യാർത്ഥികളും 8 വയസ്സുകാരുമായ അബുബക്കർ ഷാഷാൻ, മുഹമ്മദ് ഷമാൻ, റിഹാൻ, ഫിദ, ഇഷ, ഫാത്തിമ, മുഹീസ്, അംല, സുഹറ എന്നിവരാണ് ആശുപത്രിയിലുള്ളത്. ചൊവ്വാഴ്ച രാവിലെ സഹപാഠിയായ ഒരു കുട്ടി പിറന്നാൾ പ്രമാണിച്ച് വിതരണം ചെയ്തതായിരുന്നു മിഠായി. ഇത് കഴിച്ച ഉടൻ കുട്ടികൾക്ക് അസ്വസ്ഥത അനുഭവപ്പെടുകയായിരുന്നു. മിഠായി പഴകിയത് കൊണ്ടാകാം ഇതെന്ന് കുട്ടികളെ പരിശോധിച്ച ഡോക്ടർമാർ പറഞ്ഞു. മിഠായി പാക്കറ്റിൽ ലേബൽ ഉണ്ടായിരുന്നില്ലെന്നും സ്കൂൾ അധികൃതർ പറഞ്ഞു. പുതിയ ബസ് സ്റ്റാൻഡിന് സമീപത്തെ ഒരു കടയിൽ നിന്നായിരുന്നു മിഠായി വാങ്ങിയത്. സംഭവത്തെ തുടർന്ന് DYSP TP രഞ്ജിത്ത്, ടൗൺ SI T ഉത്തംദാസ് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് റെയ്ഡ് നടത്തി. മിഠായി പരിശോധനയ്ക്ക് അയച്ചതായും തെറ്റു കണ്ടെത്തിയാൽ നടപടി സ്വീകരിക്കുമെന്നും ടൗൺ SI T ഉത്തംദാസ് പറഞ്ഞു. ലഹരി വിൽപ്പന വ്യാപകമാവുന്ന സാഹചര്യത്തിലാണ് സംഭവത്തെക്കുറിച്ച് പോലീസ് നിലപാട് കർശനമാക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മുസ്ലിം ലീഗ് ജനബോധന യാത്രയ്ക്ക് ആവേശോജ്വലമായ തുടക്കം. ഉപ്പളയിൽ സംഘടിപ്പിച്ച പ്രൗഢഗംഭീരമായ ചടങ്ങിൽ മുസ്ലിം ലീഗ് ദേശീയ സെക്രട്ടറി MP അബ്ദുസ്സമദ് സമദാനി യാത്ര ഉദ്ഘാടനം ചെയ്തു. രാജ്യത്തിന്റെ പുരോഗതിക്കായി മികച്ച പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗ് നടത്തിയതെന്ന് അബ്ദുസ്സമദ് സമദാനി ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. പാവപ്പെട്ടവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ലീഗ് എല്ലായ്പ്പോഴും ഉത്സാഹം കാണിച്ചു. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം ലഭ്യമാക്കുന്നതിനും വിദ്യാഭ്യാസ രംഗത്ത് സമൂലമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും ലീഗിന് സാധിച്ചുവെന്നും സമദാനി കൂട്ടിച്ചേർത്തു. കാസർഗോഡ് എന്ന് പറയുമ്പോൾ മുസ്ലിം ലീഗിന്റെ വളർച്ചയിൽ വളരെ വലിയ പങ്ക് വഹിച്ച പ്രദേശമാണ്. വലിയ വലിയ നേതാക്കന്മാരെ സംഭാവന ചെയ്ത പ്രദേശമാണ്. ഇപ്പോഴും വലിയ വലിയ നേതാക്കൾ പാർട്ടി പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്ന പ്രദേശമാണ്. അവർക്കൊക്കെ എല്ലാ ആയുരാരോഗ്യവും അള്ളാഹു നൽകട്ടെ. ചെർക്കളം അബ്ദുള്ള സാഹിബിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ വേദി വെറും രാഷ്ട്രീയത്തിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന വേദി മാത്രമല്ല, പ്രാർത്ഥനയുടെ കൂടി സന്ദർഭങ്ങളാണ് എന്നാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത്. ചെർക്കളം അബ്ദുള്ള അധ്യക്ഷനായിരുന്നു. MLA മാരായ PB അബ്ദുൽ റസാഖ്, NA നെല്ലിക്കുന്ന്, MC കമറുദ്ദീൻ, A അബ്ദുറഹിമാൻ, A ഹമീദ് ഹാജി, CT അഹമ്മദ് അലി, P മുഹമ്മദ് കുഞ്ഞി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു. ജില്ലയിലെ മുഴുവൻ നഗരസഭകളിലൂടെയും ഗ്രാമപഞ്ചായത്തുകളിലൂടെയും കടന്നുപോകുന്ന ജാഥയ്ക്ക് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച മഞ്ചേശ്വരം, 6-ന് കാസർഗോഡ്, 7-ന് ഉദുമ, 8-ന് കാഞ്ഞങ്ങാട്, 9-ന് തൃക്കരിപ്പൂർ എന്നിങ്ങനെയാണ് ജാഥ പര്യടനം നടത്തുന്നത്. 5 മണ്ഡലങ്ങളിലെയും സമാപന പൊതുയോഗങ്ങളിൽ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കളും മന്ത്രിമാരും MLA മാരും സംസാരിക്കും.